ശ്രീ ഗോകുൽ ഗോപിനാഥ്, മുൻ LDF സർക്കാർ തുടങ്ങി വെച്ച ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരുകൾ തുടർച്ചയാണ്, അതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്നാണ് UDF കൺവീനർ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. BJP തുടക്കം മുതൽ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട് ഈ സർക്കാരിന് ഇതിൽ നിന്നും അങ്ങനെ മാറി നിൽക്കാനാകില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും നടത്തുന്നത് ഒരു രാഷ്ട്രീയ നാടകമാണോ? എന്താണ് ഇക്കാര്യത്തിൽ BJPയുടെ ഒരു നിലപാട്? ഇവിടെ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വരുന്ന വിവാദങ്ങൾ, അത് ആദ്യമേ പറയാനുള്ളത് അനാവശ്യവും അത് എന്താ പറയുക രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയും കൊണ്ടുള്ള വിവാദങ്ങൾ മാത്രമാണെന്നുള്ളത് പൊതുസമൂഹം ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ സർക്കാർ ഇപ്പോൾ 2020 പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് നടപ്പാക്കപ്പെടുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് അത് കൃത്യമായി നൈപുണ്യ വികസനം, അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ചരിത്രം, ഭാഷ, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരിക്കുലങ്ങൾ, അധ്യാപകർക്ക് കൂടുതൽ ലളിതവും എന്നാൽ സമഗ്രമായിട്ടുള്ള ഒരു വികസനം വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടുത്തി അതിനെ രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതി. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് പഠനഭാരം കുറച്ച് അവരുടെ പ്രാദേശിക ഭാഷ, പ്രാദേശിക നൈപുണ്യങ്ങൾ, പ്രാദേശികമായിട്ടുള്ള ചരിത്രം, അതുപോലെ തന്നെ അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചടുലവും കൂടുതൽ സാങ്കേതികവുമായ രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതിയാണ് ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചത്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ പറയുന്ന PM ശ്രീ പദ്ധതി രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കഴിഞ്ഞ വർഷം 2025 തന്നെ സമ്പൂർണ്ണമായി ഞങ്ങൾ PM ശ്രീ അംഗീകരിക്കുന്നുവെന്ന് LDFൻ്റെ പിണറായി വിജയൻ്റെ സർക്കാർ അത് കൃത്യമായിട്ട് MOUയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് അവരും ഇതേ സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ UDFും കോൺഗ്രസും മുസ്ലിം ലീഗും തിരിഞ്ഞു കളിക്കുന്നത് പോലെ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുകയും വിദ്യാഭ്യാസ സെക്രട്ടറി അത് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി കത്തയക്കുകയും അതിനെല്ലാ സമ്മതങ്ങൾ പറയുകയും ചെയ്തിട്ട് ആനുകൂല്യങ്ങൾ വേണം, എന്നാൽ ഞങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ എതിർക്കുന്നു എന്ന് പൊതുമധ്യത്തിൽ പറയുന്ന ഒരു രാഷ്ട്രീയ പൊറാട്ട് നാടകമാണ് കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണം. ഇവിടെ PM ശ്രീ വലിച്ചു കീറി അറബിക്കടലിലെറിയുമെന്ന് പറഞ്ഞ ആളുകൾ തന്നെ അവർ മന്ത്രിമാരായി വന്നപ്പോൾ അവർക്ക് ഇതിൻ്റെ നിയമവും നയവും സാങ്കേതികവുമായ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പദ്ധതിയെ പിന്തുണയ്ക്കേണ്ടി വരുന്ന, ഇത് നടപ്പാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. നമ്മൾ എന്തിനാണ് PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നതെന്ന് ആരെങ്കിലും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇവിടെ സംഘപരിവാർവൽക്കരണം, വർഗീയവൽക്കരണം, മതചിഹ്നങ്ങൾ, മതവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് കാലാകാലങ്ങളിൽ ഇവർ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ദേശീയതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളുടെ ഒരു വീണ്ടും അതിനെ ഛർദ്ദിക്കുന്ന രീതിയിലേക്കാണ് ഈ PM ശ്രീയെയും ഇവർ കാണുന്നത്. PM ശ്രീ പദ്ധതി എവിടെയാണ് നടപ്പാക്കപ്പെടുന്നത്? PM ശ്രീ പദ്ധതി നമ്മുടെ നാട്ടിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകളിലാണ് നടപ്പാക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സ്കൂളുകളുടെ പ്രത്യേകത എന്താ? ഈ സ്കൂളുകൾ മോഡൽ സ്കൂളുകളാണ്. മോഡൽ സ്കൂൾ, മാതൃകാ സ്കൂളുകളായി ഈ സ്കൂളുകളെ ഏറ്റെടുത്തുകൊണ്ട് ഈ 2 സ്കൂളുകളിൽ, അത് ഒന്ന് പൊതുവിദ്യാഭ്യാസ മേഖല സർക്കാർ സ്കൂൾ, ഒന്ന് എയ്ഡഡ് സ്കൂൾ, ഈ സ്കൂളിൽ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ട് ഈ പദ്ധതിയുടെ പ്രവർത്തനം അടുത്ത ഒരു 5 വർഷം വിലയിരുത്തിക്കൊണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായി ഓരോ വർഷവും ലഭിക്കുന്ന 1 കോടി രൂപ, അങ്ങനെ 5 വർഷം ഈ പദ്ധതി മോഡൽ സ്കൂളുകൾ നടപ്പാക്കുമ്പോൾ ആ സ്കൂളിൽ 5 കോടി രൂപയുടെ വിദ്യാഭ്യാസ പശ്ചാത്തല സൗകര്യ, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള നൈപുണ്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് ഈ പദ്ധതിയുടെ പണം നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി കഴിയും. അവിടെ ഇത് വിജയകരമായി നടപ്പാക്കുന്നു. ഈ വിജയകരമായി നടപ്പാക്കുന്ന പദ്ധതി പിന്നീട് ആ ബ്ലോക്കിലെ മുഴുവൻ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഈ മാതൃകാ സ്കൂളുകളെ നമുക്ക് ഉപകരിക്കുന്ന രീതിയിലേക്കാണ് ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള കരിക്കുലം, ഇവിടെ കരിക്കുലവുമായി ബന്ധപ്പെട്ടാണല്ലോ ഏറ്റവും കൂടുതൽ വിവാദം. ഇവിടെ ഈ കേരള സംസ്ഥാനത്തിനകത്ത് ഈ PM ശ്രീ പദ്ധതി പൂർണ്ണമായി നടപ്പാക്കി കഴിഞ്ഞാൽ പ്രതിവർഷം 1000 കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനും വളർച്ചയ്ക്കും ലഭ്യമാക്കപ്പെടുക. അതിനെ എന്തിനാണ് ഇവർ തിരസ്കരിക്കുന്നത്? ഇവിടെ രാഷ്ട്രീയമായി അഭിപ്രായം പറയാനും രാഷ്ട്രീയ നിലപാടെടുക്കാനും എല്ലാ സർക്കാരുകൾക്കും പാർട്ടികൾക്കും അവകാശമുണ്ട്. പക്ഷേ കേരളത്തിലെ പുതിയ തലമുറയ്ക്ക്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭ്യമാകേണ്ട 1000 കോടി രൂപയുടെ വികസന പദ്ധതിയെ എങ്ങനെയാണ് ഇവർക്ക് തിരസ്കരിക്കാൻ കഴിയുക? അതോടൊപ്പം ഞാൻ പറഞ്ഞു വയ്ക്കട്ടെ, ഇവിടെ എൻ്റെ സഹപാനലിസ്റ്റുകൾ പലരും സൂചിപ്പിച്ചത് ഇവിടെ കരിക്കുലം കേന്ദ്ര സർക്കാർ തീരുമാനിക്കും,
കരിക്കുലം സംഘപരിവാരവൽക്കരിക്കപ്പെടും, ഇവിടെ ചരിത്രം വളച്ചൊടിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് വലിയ കീർവാണങ്ങൾ പറയുന്നു. ഇവിടെ കൃത്യമായി പറയാൻ വേണ്ടി കഴിയും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ കാര്യത്തെ, എഡ്യൂക്കേഷനെ എങ്ങനെയാണ് ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരിന് മാത്രം നിർണ്ണയിക്കാൻ വേണ്ടി കഴിയുക. ഞാൻ ഒരു BJP പ്രതിനിധിയാണ്, എന്നാലും നിയമപരമായി നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ വേണ്ടി കഴിയില്ല. രണ്ടാമത്, ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള കരിക്കുലം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ അവരുടെ ഭാഷ, പ്രാദേശിക ഭാഷ, പ്രാദേശിക ചരിത്രം, പ്രാദേശിക സംസ്കാരം, പ്രാദേശികമായ തൊഴിൽ, ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കരിക്കുലം നിർണ്ണയിക്കാനും നിശ്ചയിക്കാനും നടപ്പാക്കാനും സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വവും പൂർണ്ണമായ അവകാശവും കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. എന്തിനാണ് ഇവർക്ക് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പാക്കുന്ന ഒരു പദ്ധതിയെ എതിർത്താൽ അവരെ വോട്ട് ബാങ്കുകളായി അവർ കാലാകാലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന സാമുദായിക സംവിധാനങ്ങൾക്കകത്ത് വീണ്ടും പിന്തുണയേറുമെന്നും എങ്ങനെയെങ്കിലും കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഈ പദ്ധതി 1000 കോടി രൂപയുടെ പ്രതിവർഷം 1000 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാവുകയും വിദ്യാഭ്യാസ മേഖല വളരുകയും ചെയ്താൽ അത് ഈ പറയുന്ന വോട്ട് ബാങ്ക് തങ്ങളുടെ കയ്യിൽ നിന്ന് ഒലിച്ചു പോകുമോ എന്ന ഭയമാണ് കേരളത്തിൽ സർക്കാരുകൾ, 2 LDF UDF സർക്കാരുകൾക്കുള്ളത്. നിങ്ങൾക്കൊരു ഭയവും വേണ്ട. പുതിയ വിദ്യാർത്ഥികൾ ഈ രാജ്യം എങ്ങനെ പുരോഗമിക്കുന്നോ, രാജ്യം എങ്ങനെ ചിന്തിക്കുന്നോ, ലോകം എങ്ങനെ മാറുന്നോ അതിൻ്റെ എല്ലാ പരിച്ഛേദവും എല്ലാ ആനുകൂല്യങ്ങളും പറ്റി നമ്മുടെ കേരളത്തിലെ മക്കളും പഠിക്കണം എന്നൊരു വലിയ കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ ഈ PM ശ്രീയെ കാണേണ്ടത്. അതിൻ്റെ ഒരു ഉപയോഗവും ഉപകരണവുമായാണ് ഈ പദ്ധതിയെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. ശരി.